ആരോടും പറയില്ല. ഞാൻ ആരോടും പറയില്ലെന്ന്. മാഡം, മാഡം എന്താ ഇവിടെ? എന്റെ മോളാ ഇത്, ഗീതു. ഓ, മറ്റവന്റെ വീട്. പണി പാളിയല്ലോ. നീ എന്താ ഇവിടെ? പോലീസുകാർ ഓടിച്ചു കയറ്റിയതാ. രക്ഷപ്പെടാൻ കയറിപ്പോയതാ. ഇതാണോ മാഡത്തിന്റെ ഗീതു മോള്? മിടുക്കിയാണല്ലോ. ഇത്രയും നല്ലൊരു മോള് വീട്ടിൽ നിൽക്കുമ്പോ കാണാൻ കൊള്ളാവുന്ന ചെക്കന്മാരെ ആരെങ്കിലും ഡ്രൈവർ പണിക്ക് വെക്കോ? അതല്ലേ ഇങ്ങനെ ആയത്. നീ പോകാൻ. നിന്നെ ഇവിടെ ആരും കാണരുത്. കണ്ട പ്രോബ്ലം ആവും. ഞാൻ പൊയ്ക്കോളാം. എന്നാലും എന്റെ പൊന്ന് ഗീതുമോളെ. അയ്യോ, കാണാട്ടോ ഗീതുമോളെ. രഘു, ഇവിടുന്ന് ഇറങ്ങി സ്റ്റെയർ ഇറങ്ങിയ ഹാളാ. മുൻവാതിൽ അവിടെയാ. പോ. എന്നാലും എന്റെ ഗീതുമോളെ. അപ്പൊ പോട്ടെ. ആരമ്മ അയാള്? അതാണ് ഞാൻ പറയാറുള്ള രഘു. ഈശ്വരാ. എടി സാവിത്രി, ഇവിടെ ഉള്ളവരെല്ലാം ചത്തുപോയോ? എടി സാവിത്രി, വരുന്ന മനുഷ്യ കിടന്ന് അലറിയിട്ട് കാര്യമൊന്നുമില്ല. ചായ എന്ന് പറയുന്നതേ ഉടനെ എങ്ങും ഉണ്ടായില്ല. ആ അമ്പി അകത്തില്ലോടി. ഓ, സീതാലക്ഷ്മി ഉണ്ണാനുണ്ടാകുമെന്ന് പറഞ്ഞേക്ക. ഊണ് റെഡിയാക്കണ്ടേ? ഓ, താനായിരുന്നോ? പേടിച്ചു പോയല്ലോ. തന്റെ പേരെന്താന്ന് പറഞ്ഞ? ഓ, താൻ മിണ്ടത്തില്ലല്ലോ. സോറി കേട്ടോ. എന്നെ ഓർക്കുന്നുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ മറക്കില്ല. മറക്കാൻ കഴിയില്ല. മനസ്സിലായോ? ഞാൻ രഘു. ഞാനാണ് വൈ തന്നെ ലോറി കയറ്റി കൊല്ലാൻ നോക്കിയത്. സാധാരണയായിട്ട് ഞാൻ പിടിക്കുന്ന പണികളൊന്നും പാളാറില്ല. രക്ഷപ്പെട്ടത് അപൂർവം ചിലര് മാത്രമാണ്. അതിലൊരാളാണ് നിങ്ങള്. ഒടുക്കത്തെ ആയുസ കേട്ടോ. ഇപ്പൊ പേടിക്കണ്ട. ഇപ്പൊ ഞാൻ നിന്നെ കൊല്ലാൻ വന്നതല്ല. ഇതിലേ പോയപ്പോ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ച് കേറിയതാ. എങ്ങനെയുണ്ടിപ്പോ? ഉഷാറായി വരുന്നുണ്ടോ? അതെ, വെറുതെ ഉള്ള കാശിന് മരുന്നും വാങ്ങിച്ച് ചികിത്സയും നടത്തി വേഗം സുഖപ്പെടാൻ ധൃതി വെക്കണ്ട. നീ സുഖപ്പെട്ടു എന്നറിയുന്ന ആ സെക്കൻഡിൽ നിന്നെ തട്ടും. തട്ടിക്കളയും, അതുറപ്പാ. അതിപ്പോ ഞാനല്ലെങ്കിൽ വേറൊരാള്. അതെ, ഈ പണി എനിക്ക് തന്നെ കിട്ടാനാണ് ചാൻസ്. ഇതിന്റെ പകുതി വർക്ക് ചെയ്തത് ഞാനല്ലേ. നീ ആള് പുലിയായിരുന്നല്ലേ? ഞാൻ കേട്ടു നിന്റെ വീരകഥകള്. അല്ല, ഇടയ്ക്ക് നല്ലവനാകാനും ഭാര്യയും കുടുംബമായിട്ട് ജീവിക്കാനും ശ്രമിച്ചു. അതാ കൂട്ടുകാരാ കുഴപ്പം. നമ്മളെ പോലുള്ളവർ ഒരിക്കലും നന്നാവാൻ ആഗ്രഹിക്കരുത്. നടക്കത്തില്ല. നല്ലവനായി നടക്കാൻ സമ്മതിക്കില്ല ഇവിടുത്തെ വധൂരിപ്പടകള്. അപ്പൊ പണി തന്നതേ ഇങ്ങനെ ഇരുത്തിക്കളയും. ഞാനും ഇടയ്ക്കൊന്ന് നന്നാവാൻ നോക്കിയതാ. എനിക്കിട്ട് പണിയെന്ന വധൂരി എന്റെ കെട്ടിയോളാ. എന്നെ ചതിച്ചതിന് അവക്കിട്ട് ഞാനൊരു മുട്ടം പണി കൊടുത്തു. ഒടുക്കത്തെ പണി. കാച്ചിക്കളഞ്ഞു.
അവിടെ എന്റെ കെട്ടിയോളാന്ന് പറഞ്ഞവളുടെ പുന്നാര കാമുകൻ അന്ന് എന്റെ കയ്യിൽ നിന്ന് മുങ്ങിയതാ. മുറിവേറ്റ പാമ്പാവൻ. അവനെ തേടിപ്പിടിച്ച് കൊന്നില്ലെങ്കിൽ പണി നമുക്കിട്ടായിരിക്കും കിട്ടുന്നത്. അവനെ തേടി തേടി വരുമ്പോഴാ ഇവിടെ നിന്റെ പണിക്ക് കൊട്ടേഷൻ കിട്ടുന്നത്. പെട്ടെന്നായോണ്ടൊന്നും പ്ലാൻ ചെയ്യാനായില്ല. അതുകൊണ്ടാ നീ ജസ്റ്റ് മിസ്സായത്. അതെ, ഒന്ന് വലിക്കുന്നോ? വലിക്കുന്നേ. രണ്ട് പുകയെടുക്കാൻ വെച്ചാൽ ഒരു കമ്പനിക്ക് വേണോ വേണോ അംബികേ. ആരത്? അമ്മയാ? ഈ തള്ളമാർ എവിടെയും പ്രശ്നമാണല്ലോ. മോനെ വേണോ വേണോ, കഥ തുറക്ക്. വേണോ നമസ്കാരം. നമസ്കാരം. ഞാൻ പുള്ളിയുടെ സുഹൃത്താ. ഒന്ന് കാണാൻ വന്ന അമ്മയല്ലേ? എനിക്കറിയാം. എന്നാ ശരി, പിന്നെ കാണാട്ടോ. ഓട്ടളിയാ? ഓക്കെ. ആരാ മോനെ അത്? ആരാ? മോനെ മോനെ ജോണേ, ഞാൻ ഫോണിൽ പറഞ്ഞെല്ലാം മനസ്സിലായല്ലോ. രഘു, അവനാണ് നമ്മുടെ ടാർഗറ്റ്. അവൻ പുറത്തു നിൽക്കുന്ന ഓരോ നിമിഷവും പലർക്കും ഭീഷണിയാണ്. അവൻ എവിടെയാണ് പതുങ്ങിയിരിക്കുന്നതെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് സക്സസ് ആയില്ലെങ്കിലും അവൻ നമ്മുടെ മുമ്പിൽ വന്ന് പെടും. അമ്മണിയമ്മയെ കാണാൻ അവൻ വരാതിരിക്കില്ല. രഘുവിനെ കുറിച്ച് അറിഞ്ഞത് വെച്ച് നോക്കുമ്പോ പറയേ. അല്ല സാർ, അവൻ അമ്മയോട് അത്രയ്ക്ക് അറ്റാച്ച്മെന്റോ സ്നേഹമോ ഉണ്ടാവേണ്ടതല്ല. പിന്നെ സാർ എപ്പോ വേണമെങ്കിലും വന്നേക്കാമെന്നുള്ള സ്ഥലത്ത് അവൻ വരാൻ ചാൻസ് ഉണ്ടോ സാർ? ജോൺ പറഞ്ഞത് കറക്റ്റാ. പക്ഷേ അവനോട് വരുന്നത് അമ്മയെ കണ്ട് സ്നേഹം കാണിക്കാനൊന്നുമല്ല. രഘു തന്റെ ആയുധവും കുറച്ച് പണവും അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. പണം അവനൊരു പ്രശ്നമാകാനിടയില്ല. പക്ഷേ അവന്റെ ആയുധവും തേടി അവൻ വരും. അറിയില്ലേ, രഘുവിനെ പോലെ ചില ക്രിമിനലുകൾക്ക് അവരുടെ കൈക്കിണങ്ങിയ ആയുധം ഉണ്ടാവും. അതെടുത്ത് പിടിക്കുമ്പോഴാവും അവർക്ക് ക്രൈം ചെയ്യാനുള്ള ഒരുതരം കോൺഫിഡൻസ് ഉണ്ടാവുക. അതുകൊണ്ട് ആ ടൂള് തേടി അവൻ വരും. ഞാൻ പറഞ്ഞു വന്നത് ജോൺ എപ്പോഴും അലേർട്ട് ആയിരിക്കണമെന്നാണ്. ജോൺ തനിച്ചായിരിക്കില്ല അവിടെ. നമ്മുടെ ഷാഡോ വിങ് ഡേ ആൻഡ് നൈറ്റ് അവിടെ നിരീക്ഷണത്തിനുണ്ടാവും. സാർ, ആ വീട്ടിൽ ആരൊക്കെയാ താമസം? ഞാൻ നേരത്തെ പറഞ്ഞ അമ്മണിയമ്മയും പിന്നെ എന്റെ മൈനയും. മൈനയോ? അതൊരു പക്ഷിയല്ലേ സാറേ? അവളെന്റെ അനിയത്തിയാടോ. ജോൺ പറഞ്ഞത് ശരിയാ. ഒരു കുഞ്ഞു പക്ഷി അവള്. എന്റെ നെഞ്ചിലിട്ട് ഞാൻ വളർത്തിയ എന്റെ മൈനക്കുഞ്ഞ്. താനിപ്പോ കരുതുന്നുണ്ടാവും SP ഹരിശങ്കറിന്റെ അനിയത്തി എങ്ങനെയാ ആ വീട്ടിലെത്തിയതെന്ന്, അല്ലേ? അതൊരു കഥയാടോ. ഉത്തരം കണ്ടെത്തിയിട്ടും തുറന്നു പറയാനാവാത്ത ഒരു കടങ്കഥ. ഓക്കെ, ലീവ് ഇറ്റ്. സോ അതുകൊണ്ടുകൂടിയാണ് ഞാൻ നിങ്ങളെ അവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ലോനപ്പനെ പോലെ എന്നെ അടുത്തറിയാനും മനസ്സിലാക്കാനും കഴിയുന്ന അടുപ്പമുള്ള ഒരാളാണ് ജോണും. ഒരു സുപ്പീരിയർ ഓഫീസർ എന്നതിനേക്കാൾ ഒരു സഹോദരനെ പോലെയല്ലേ ജോൺ എനിക്ക്. സാർ,
എന്താ ചൂട്. മോൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? വെറുതെ. ദേ, മാസം അടുത്ത് വരിക. ഇങ്ങനെ പുറത്തിറങ്ങിയിരുന്ന് ശീലിക്കണ്ട. കണ്ട കള്ളന്മാരും എംബോക്കികളും ഒക്കെ കറങ്ങി നടക്കുന്ന കാലം. ഒന്നിനെയും വിശ്വസിക്കാനൊക്കില്ല. അല്ല, ലോനപ്പനെന്തിയേ? ഞാൻ പോയ തക്കത്തിന് ഉലകം ചുറ്റാൻ പോയിട്ടുണ്ടാവൂല്ലേ? ഹരിസാറിങ്ങി വരട്ടെ, അവന്റെ കറക്ക ഇന്നത്തോടെ ഞാൻ നിർത്തി കൊടുക്കാം. അതിന് ലോനപ്പേട്ടൻ പോയല്ലോ. അമ്മണിയമ്മ കണ്ടില്ലേ? പോയോ? എങ്ങോട്ട്? അതെനിക്കറിയില്ല. ആൾക്കൊരു ഫോൺ വന്നു. പിന്നെ ആള് വേഗം അകത്ത് കയറി ഡ്രസ്സൊക്കെ ബാഗിലാക്കി ഇറങ്ങി. ഞാൻ ചോദിച്ചപ്പോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തിരിച്ചു വിളിച്ചുവെന്നോ അങ്ങനെ വേറെന്തൊക്കെയോ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഒടുക്ക എന്റെ കൈയും പിടിച്ച് മോള് സുഖായിട്ടിരിക്കണം, എന്നെങ്കിലും ഒരിക്കൽ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി. അല്ല, അതെന്തൊരു പോക്ക? എന്നോടൊരു വാക്കുപോലും പറയാതെ. എത്ര വച്ചു വിളമ്പിയതാ ഞാനവന്. നന്ദി കെട്ടവൻ. പോലീസുകാരുടെ കാര്യല്ലേ, അതൊക്കെ അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനമായിരിക്കും. ഏത് ഡിപ്പാർട്ട്മെന്റ് ആയാലും മനുഷ്യൻ നന്ദിയേട് കാണിക്കരുത്. ഒരു കുടുംബം പോലെ കഴിഞ്ഞവരില്ലേ നമ്മള്. അതൊക്കെ വിട്. അമ്മണിയമ്മ വാ വാ. വാ മോളെ, വാ. ഹരിയേട്ടൻ. മോളെ പതുക്കെ. ഹരിയേട്ടാ, എന്തിനാ ഇത്ര വെപ്രാളം? ഞാൻ നിന്റെ അടുത്തേക്കല്ലേ വരുന്നത്, പിന്നെന്താ? ഇപ്പോഴിങ്ങനെ ഓടിച്ചാടി ഒന്ന് നടന്നൂടാ. പതിവ് മുടക്കണ്ട, പിടിച്ചോ. താനിങ്ങോട്ട് പാടോ. അമ്മണിമേ, ഇത് ജോൺ വർഗീസ്, പോലീസുകാരനാ. ജോണെന്നോ ജോണിന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം, അല്ലേടോ? സാർ. ജോണേ, ഇതാണ് എന്റെ മൈനക്കുഞ്ഞ്. ഇത് നമ്മുടെ സ്വന്തം അമ്മണിയമ്മ. കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ എന്റെ കുടുംബം. സാർ. നാടെവിടെയാ? കോട്ടയത്താ. നല്ല ഒന്നാം തരം കോട്ടയത്തുകാരൻ നസ്രാണിയാ, അല്ലേ ജോണേ? സാറേ, അതെ, ഞാനും കൊണ്ട് വിളിക്കാതിരിക്കായിരുന്നു. ആ ലോനപ്പ കെട്ടുപാട്ടും എടുത്തങ്ങ് പോയെന്ന്. അത് ഞാൻ പറഞ്ഞിട്ടാ ഞാനാ ലോനപ്പനെ വിളിച്ചത്. അതെന്തു പണിയാ? അപ്പൊ ഇവിടെ ആരാ? അമ്മണിയമ്മേ, ലോനപ്പനും ഒരു പോലീസുകാരനാ. എല്ലാ പോലീസുകാരുടെയും നിയന്ത്രണം ഈ എനിക്കല്ല. എന്നെയും നിയന്ത്രിക്കാനൊരു ഉദ്യോഗസ്ഥനും ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. ലോനപ്പന്റെ സേവനം ഇനി ആ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കും. ഇവിടെ ഇനിതാ ഈ ജോൺ ഉണ്ടാവും. ഒരു 1.5 രഘു വന്നാലും ഈ ജോൺ പിടിച്ചോളും, ഇല്ലേടോ? അതെ സാർ. നമ്മളെ ഒന്നിൽ കൂടുതൽ കോൺസ്റ്റബിൾസിനെ ഇവിടെ നിർത്താനാവില്ല. അമ്മണിയമ്മയ്ക്ക് ഒന്നും തോന്നരുത്. മൈനയുടെ സംരക്ഷണത്തെക്കാൾ അമ്മണിയമ്മയുടെ മകനെ രഘുവിനെ പിടികൂടുക എന്നുള്ളതാണ് ഇപ്പൊ എന്റെ ആവശ്യം, ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യം. രഘുവിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്. ചാർജ് ചെയ്തതും അല്ലാത്തതുമായ ഒട്ടനവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണവൻ. സ്വന്തം ഭാര്യയെ കഴുത്തറുത്ത് കൊന്നവൻ. ഭാര്യയുടെ കാമുകനെ കൊല്ലാൻ അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് രഘു. അറിഞ്ഞിടത്തോളം സാധാരണ ഒരു നാട്ടിലും ഒരുപാട് നാളൊന്നും തങ്ങാറില്ല രഘു. പക്ഷേ ഇത്രയായിട്ടും ജയിൽ ചാടി വന്നിട്ടും ഇപ്പോഴും ഈ നാട്ടിൽ തന്നെ അവൻ സ്റ്റേ ചെയ്യുന്നതിന് പിന്നിൽ എന്തൊക്കെയോ പ്ലാനുകളുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അത് അമ്മണിയമ്മയോടുള്ള സ്നേഹം കൊണ്ടോ നിങ്ങളുടെ കയ്യിൽ അവൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പണത്തിനോ വേണ്ടിയല്ല. രഘുവിനെ ഇവിടെ നിയന്ത്രിച്ചു നിർത്താൻ ആരോ ഒരാളുണ്ട്. ഇവിടെ നിന്ന് രഘു രക്ഷപ്പെടാൻ ഇടവന്നാൽ, അവൻ അതിന് സാധിച്ചാൽ മറ്റൊരിടത്ത് അല്ലെങ്കിൽ പലയിടങ്ങളിലും അവന്റെ കൈകൊണ്ട് ഒരുപാട് നിരപരാധികളുടെ ജീവൻ അപകടത്തിലാവും. അമ്മണിയമ്മ, എന്താ ഇത്? ഞാൻ
ഞാനും അവനെ പെറ്റല്ലോ സാറേ. എന്റെ വയറ്റിൽ കുരുത്തവനാണല്ലോ അവൻ. ഈശ്വര, കരയില്ലേ സാറേ? ഇങ്ങനെ ഒരു മകനെ പറ്റ ഈ അമ്മയ്ക്ക് ഒരു ഉപകാരം ചെയ്യോ? ഇതെന്റെ അപേക്ഷയാണ്. അവനെ അങ്ങ് കൊന്നുകളഞ്ഞ സാറേ. ഹരേട്ടാ, പേടി തോന്നുന്നുണ്ടോ മോൾക്ക്? പേടിക്കണ്ട. ലോനപ്പനെ പോലെ ഒരു ബലഹീനല്ല ജോൺ. ഇനി നിന്നെ ഭയപ്പെടുത്താനോ മനസ്സ് വിഷമിപ്പിക്കാനോ ഒരാളും ഈ പടി കടന്ന് ഇങ്ങോട്ട് വരില്ല. ദേ, ആരും. സിദ്ധാർത്ഥിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ നിനക്കെന്നോട് ദേഷ്യമോ വെറുപ്പോ ഉണ്ടാവാം. പക്ഷേ മോളെ, ഒന്നോർക്കണം, നമ്മുടെ മാനസയുടെ ജീവൻ അത് കാത്തുപിടിക്കാൻ എന്നെപ്പോലെ നിനക്കും ബാധ്യതയുണ്ട്. കരയാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. എനിക്കറിയേട്ട, എനിക്കിനി ഒന്നും വേണ്ട. പക്ഷെ എന്റെ ഏട്ടൻ എന്നോട് പിണങ്ങാതിരുന്ന മാത്രം മതി. എന്നെ വെറുക്കാതിരുന്ന മതി. മോളെ, വഴി ഇത് തന്നെയല്ലേ? അതെ മേഡം. ആ രഘു, നീ ഇതെവിടെയാ? ആ അങ്ങോട്ട് ഒതുക്കി നിർത്ത. പേടിക്കണ്ട മാഡം, ഇവിടെ ആരും വരില്ല. നീ ഇതെവിടെ താമസം? എന്തിനാ? അത് വേണ്ട. ചെയ്യിക്കാനുള്ള പണികളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ട് ഇതുപോലെ പണിക്ക് വിളിച്ചവർ തന്നെ നമുക്കിട്ട് പണിയിടുന്ന കാലമാ. മാഡത്തിന് അങ്ങനെ വല്ല ദുരുദ്ദേശം ഉണ്ടോ? മരിക്കുന്നതിന് മുൻപ് എനിക്ക് ഒരു വട്ടമെങ്കിലും കാണണം. എന്റെ വേണുവേട്ടൻ ആരുടെ സഹായം ഇല്ലാതെ തനിയെ എഴുന്നേറ്റ് നടക്കുന്നത് അതെനിക്ക് കാണണം. തെറ്റോ? എന്ത് തെറ്റ്? എന്റെ കുഞ്ഞിന്റെ അമ്മയെ കാണാൻ വരുന്നത് എങ്ങനെ തെറ്റാവാ?